അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ കരുത്തിൽ ഊറ്റം കൊണ്ടിരുന്ന രാജ്യമായിരുന്നു ഇസ്രായേൽ. എന്നിട്ടും അവർക്ക് ഹമാസ് ഇസ്രായേലിനുള്ളിൽ കടന്നുകയറി നടത്തിയ ആക്രമണത്തെ പ്രതിരോധിക്കാനായില്ല. എന്ന് മാത്രമല്ല, നിരവധി പേരെ തടവുകാരായി പിടികൂടുകയും ചെയ്തു ഹമാസ്. പിന്നീട് ഈ ബന്ദികളെ വെച്ചാണ് ഹമാസ് വിലപേശിയത്, ഇപ്പോഴും വിലപേശുന്നു. ദുർബലമായൊരു രാജ്യത്തെ സായുധ ഗ്രൂപ്പാണ് ഹൂതികൾ. ഇറാൻ്റെ പിന്തുണയുണ്ടെന്ന് മാത്രം. ഈ ഹൂതികളാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഉറക്കം കെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹൂതികൾ. യമനിൽ നിന്ന് ഹൂതികൾ തൊടുത്തുവിട്ട മിസൈൽ ഇസ്രായേലിൻ്റെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിന് സമീപമാണ് പതിച്ചത്. ആക്രമണത്തിൽ നാശനഷ്ടങ്ങളുണ്ടായി. മാത്രമല്ല, ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ സർവീസുകൾ നിർത്തിവെച്ചതായും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ഹൂതികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേറ്റതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. മിസൈൽ വീണ സ്ഥലത്ത് ഒരു ഗർത്തം രൂപപ്പെട്ടതായി ഇസ്രായേൽ മാധ്യമമായ ഹയാം പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാണാം. വീഡിയോയിൽ ഇസ്രായേലിലെ ഏറ്റവും പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പാസഞ്ചർ ടെർമിനലിൽ നിന്ന് പുക ഉയരുന്നതും വീഡിയോയിൽ കാണാം. യമനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ടെലവീവിലും രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളിലും ആക്രമണ മുന്നറിയിപ്പിനുള്ള സൈറണുകൾ മുഴങ്ങി. യമനിൽ ശക്തമായ ആക്രമണം നടത്തുകയാണ് അമേരിക്ക. യമൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് വ്യോമാക്രമണം നടത്തുന്നതെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. യമനിൽ ആക്രമണം തുടരുമ്പോഴും ചെങ്കടലിൽ US-ൻ്റെ യുദ്ധക്കപ്പലിന് നേരെയും ഇസ്രായേൽ തലസ്ഥാനം ലക്ഷ്യമിട്ടും ഹൂതികൾ ആക്രമണം നടത്തുന്നു. ഹൂതികൾക്ക് 2000 കിലോമീറ്റർ അകലെ നിന്ന് മിസൈൽ തൊടുത്തുവിടാനും ഇസ്രായേലിനെ ആക്രമിക്കാനും കഴിയുന്നുണ്ട്. ഇതാണ് അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേലിനെതിരെ ഹൂതികൾ നടത്തുന്ന 4ാമത്തെ മിസൈൽ ആക്രമണമാണിത്. ശക്തമായ തിരിച്ചടിയാണ് US-ന് തുടർച്ചയായി ഹൂതികൾ നൽകുന്നത്. ഹൂതികളിൽ നിന്ന് US സൈന്യത്തിന് ഇരട്ട തിരിച്ചടി നേരിട്ടുവെന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഒരു MQ-9 റീപ്പർ സ്പൈ ഡ്രോൺ കൂടി ഹൂതികൾ വെടിവെച്ച് വീഴ്ത്തി. മാർച്ച് 15-ന് ശേഷം US നേരിടുന്ന 7ാമത്തെ നഷ്ടമായിരുന്നു അത്. US നേവിയുടെ FA-18 സൂപ്പർ ഹോണറ്റ് യുദ്ധവിമാനവും USS ഹാരിസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിൽ നിന്ന് കടലിൽ വീണു. ഹൂതികളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കത്തിനിടെയാണ് യുദ്ധവിമാനം തകർന്നു വീണത്. 6 മാസത്തിനുള്ളിൽ ട്രൂമാനിൽ നിന്ന് നഷ്ടപ്പെടുന്ന 2ാമത്തെ FA-18 ആണിത്. US സൈന്യത്തിന് വലിയ നാശനഷ്ടമായാണ് ഇത് വിലയിരുത്തുന്നത്. ട്രംപ് അധികാരമേറ്റ ശേഷമാണ് യമനിൽ US ആക്രമണം നടത്തിയത്. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു US-ൻ്റെ ആക്രമണം. കഴിഞ്ഞ ദിവസം യമനിലെ റാസ് ഈസ ഓയിൽ ഡിപ്പോയ്ക്ക് നേരെയായിരുന്നു US ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 80 പേർ കൊല്ലപ്പെട്ടു, 150ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിശക്തമായ ആക്രമണമാണ് ഇവിടെ US നടത്തിയത്. പിന്നാലെ യമൻ സായുധ ഗ്രൂപ്പും തിരിച്ചടിച്ചു. ചെങ്കടലിലെയും അറബിക്കടലിലെയും US-ൻ്റെ യുദ്ധക്കപ്പലിൽ ലക്ഷ്യമിട്ടാണ് ഹൂതികൾ തിരിച്ചടിച്ചത്. ഒപ്പം ടെലവീവിന് സമീപവും ഹൂതികൾ ആക്രമണം നടത്തി. US-ൻ്റെ യുദ്ധക്കപ്പലായ USS കോൾ വിൻസണിൻ്റെ എസ്കോർട്ട് കപ്പലിലും ചെങ്കടലിലെ USS ട്രൂമാന് നേർക്ക് ആക്രമണം നടത്തിയതായി ഹൂതികൾ പിന്നീട് അവകാശപ്പെട്ടു.